നമസ്കാരം. എൻ്റെ പേര് ബൈജു എന്നാണ്. ഞാൻ ബൈജൂസ് ഡ്രൈവിംഗ് സ്കൂൾ എന്ന പേരിൽ വെങ്കിടാംകുന്ന് ജംഗ്ഷനിൽ ഞാനൊരു ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചടയമംഗലം ഗ്രൗണ്ടുമായി ചെറിയ വിഷയങ്ങൾ നടക്കുന്നുണ്ട്. അതിനെതിരെ എൻ്റെ പേരിൽ കുറച്ച് അഴുക്കത്തരത്തിലുള്ള കുറച്ച് വാർത്തകൾ വരെയും ഞാൻ ആ ചാനലുകാരെ വിളിക്കുകയും ആ ചാനലുകാർ വരികയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് നിൽക്കുന്നത് തന്നെ. നിലമേൽ എനിക്കൊരു സ്കൂളുണ്ട്. ആ സ്കൂൾ ഏതാണ്ട് 7 മാസത്തോളമായി പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് ആ സ്കൂളിൽ ഒരു സ്റ്റാഫുമായി ഉള്ള ഒരു പ്രശ്നമാണ് ഇത്രയും വഷളാക്കി ഇത് മാറ്റിയതെന്നാണ് ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ളത്. അതിൽ നദിയ ഡ്രൈവിംഗ് സ്കൂൾ എന്ന ഒരു സ്കൂള് നിലമേൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ ഡ്രൈവിംഗ് സ്കൂൾ നിങ്ങൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നദിയ ഡ്രൈവിംഗ് സ്കൂൾ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഞാൻ വേണ്ടി വന്നാൽ അതിനൊരു രേഖ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്നുള്ളതാണ്. ഈ പറയുന്ന സ്കൂള് ലൈസൻസ് ഇല്ലാതെ കഴിഞ്ഞ 40 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ പുതിയതായി വരുന്ന സ്കൂളിന് കുറച്ച് റാഗിങ്ങുകൾ കൂടുതലാണ്. പുതിയതും പഴയെന്നുള്ള ആ ഒരു റാഗിങ്ങിൽ വന്നിട്ട് വലിയ വിഷയങ്ങളാവുകയും ഞാൻ ഈ നദിയ ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പറയുകയും ചെയ്തു. ആ നദിയ ഡ്രൈവിംഗ് സ്കൂൾ ആണ് ഈ കാണുന്ന സ്കൂള്. അതിനെതിരെ നടപടി സ്വീകരിച്ചപ്പോൾ അതേ സിറ്റുവേഷനിൽ തന്നെ ആ ബിൽഡിങ്ങിൽ നദിയ മോട്ടോർ കൺസൾട്ടിംഗ് ആക്കി മാറി. അതായത് RTO ഉദ്യോഗസ്ഥർ നിയമ നടപടികൾ സ്വീകരിച്ചു എന്നർത്ഥം. അതിനുശേഷം ഇവരെന്നെ വളരെ രീതിയിൽ എല്ലാവരും കൂടി ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം 28 ഡ്രൈവിംഗ് സ്കൂളുകാരാണ് ഇവിടെ ഉള്ളത്. ഈ 28 ഡ്രൈവിംഗ് സ്കൂളുകാരും കൂടെ ഒന്നിച്ച് നിൽക്കുന്നു എന്ന് പറയുമ്പം ലൈസൻസ് ഇല്ലാത്ത ഒരുപാട് സ്കൂളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 40 കൊല്ലം കൊണ്ട് ലൈസൻസ് ഇല്ലാത്തൊരു സ്കൂൾ പ്രവർത്തിക്കുമ്പം അവരെല്ലാവരും ഒരുമിച്ച് നിന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഇവിടെ കൊണ്ടുവന്ന് തുടങ്ങിയിട്ട് ബൈജൂസ് എന്ന് പേരും വെച്ചാൽ ഇവിടുത്തെ ഡ്രൈവിംഗ് സ്കൂളുകാർ അനുവദിക്കുന്നു? ഒരു കാരണവശാലും അനുവദിക്കില്ല. അങ്ങനെ വരുമ്പം ഒന്നുകിൽ ബാക്കിയുള്ള സ്കൂളുകൾക്ക് മാനദണ്ഡം ഇല്ലായിരിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ ഈ ആളിനെ പേടിച്ചിട്ടാവണം. ഇതായിരിക്കണം അതിൻ്റെ സത്യം. അങ്ങനെ തുടർന്ന് ഇവിടെ ഗ്രൗണ്ടിൽ വരികയും ഗ്രൗണ്ടിൽ ചെറിയ പ്രശ്നങ്ങൾ നടക്കുകയും ഈ പ്രശ്നത്തോടനുബന്ധിച്ച് നമുക്ക് കുറച്ച് സംഘർഷാവസ്ഥയൊക്കെ നടക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ CA ഓഫീസിൽ ഇവിടെ 2-3 പെറ്റീഷൻ എൻ്റെതുകൊണ്ട് അവരതുകൊണ്ട് അങ്ങനെ ഒരു രീതിയിൽ പെറ്റീഷനുമായി നിൽക്കുന്നതാണ്. അതിനിടയിലാണ് ഈ ചാനലിനെ വിളിച്ച് എന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള ഒരു വാർത്ത ഇവർ പ്രചരിപ്പിച്ചത്. അതിങ്ങനെയാണ് പ്രചരിപ്പിച്ചിരിക്കുന്നത്. നെടുമങ്ങാട് എനിക്ക് സ്കൂളുണ്ട്. നെടുമങ്ങാട് ടെസ്റ്റിന് പോയിരുന്ന സമയത്ത് ഞാൻ ഏതോ കുട്ടിയെ കടന്നു പിടിക്കുകയും അവിടെ പ്രശ്നമാവുകയും എൻ്റെ പേരിൽ കേസ് ഉണ്ട് എന്നുമാണ്. രണ്ടാമത് ആറ്റിങ്ങിൽ ഞാൻ ഏതോ CITUവിൻ്റെ ഒരു വ്യാജ ഈ ലെറ്റർ പേഡ് ഉപയോഗിച്ചിട്ട് അവിടുത്തെ സാർമാർക്കെതിരെ പരാതി കൊടുക്കുകയും അതിനുശേഷം 7ഓളം ലൈസൻസുകൾ ഞാൻ വ്യാജമായി നിർമ്മിച്ചു കൊടുത്ത കേസിലെ പ്രതിയുമാണെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പേരിൽ ഒരു പെറ്റി കേസെങ്കിലും, എൻ്റെയോ എൻ്റെ വൈഫിൻ്റെ പേരിലോ ഒരു പെറ്റി കേസെങ്കിലും കേരളത്തിൽ ഇവർക്ക് കാണിച്ചു തരാമെങ്കിൽ ഈ പറയുന്ന ഏത് നിയമ നടപടിയും അവർക്ക് സ്വീകരിക്കാവുന്നതാണ്. ഈ പറയുന്ന വ്യക്തിക്കെതിരെ ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ് വീണ്ടും, ഒരു പെറ്റി കേസെങ്കിലും എൻ്റെ പേരിലോ എൻ്റെ വൈഫിൻ്റെ പേരിലോ കേരളത്തിലോ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഞാനൊരു ഫൈൻ അടച്ച ഒരു ഇതെങ്കിലും കാണിച്ചു തന്നാൽ ഇതിൻ്റെ നടപടി സ്വീകരിക്കാവുന്നതാണ്. ഞാനിവിടെ CA ഓഫീസിൻ്റെ ആണ് നിൽക്കുന്നത്. CA ഓഫീസിൽ സാർ ഇവിടെ ഇല്ല. ആ ആളിനെതിരെ ഞാൻ ശക്തമായി കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് 3 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ തെളിവുകൾ സഹിതം ഇവിടെ ഹാജരാക്കണമെന്ന് ഞാൻ സാറിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇല്ലാത്ത പക്ഷം ഞാൻ ഹൈക്കോർട്ടിൽ ഞാൻ ഈ പെറ്റീഷൻ കൊടുക്കുന്നതായിരിക്കും. നഷ്ടപരിഹാരത്തിന് വേണ്ടി ഞാൻ പോകും, എൻ്റെ മാനനഷ്ടത്തിന് വേണ്ടി ഞാൻ പോകും. ഓക്കെ. പിന്നെ അവർ പറയുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഞാനിവിടെ ഏതോ ഒരു ചാനലിനെ വിളിച്ച് ഞാൻ അതിൻ്റെ പരാമർശം നടത്തിയെന്നുള്ളതാണ്. ഞാനിവിടെ ഒരു ചാനലിനെയും വിളിച്ചിട്ടില്ല, ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഏതോ ഒരു ചാനലിലുള്ള ഒരാൾ എന്നെ വിളിച്ചിരുന്നു. ഇവിടെ ഒരു 10,000 രൂപ സാറ് ഈ ഗ്രൗണ്ടിന് വേണ്ടി കൊടുത്തിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് തന്നോ എന്ന് ചോദിച്ചു. അത് തിരിച്ചെൻ്റെ Google Payയിൽ അവർ തിരിച്ചു തന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ തെളിവ് എനിക്കൊന്ന് ഇട്ട് തരാമോ എന്ന് ചോദിച്ചു. ഞാൻ ആ തെളിവ് പുള്ളിയുടെ വാട്സപ്പിൽ ഇട്ട് കൊടുക്കുകയും ചെയ്തു. ഇത്രയുമാണ് ഏതോ ഒരു ചാനൽ വിളിച്ചത്. അല്ല ഞാൻ വന്നിട്ട് ഇതേപോലെ കേസ് കൊടുത്തിട്ട് ഞാൻ വന്നിട്ട് ഒരു ചാനലിനെയും വിളിച്ച് ഞാൻ പറയില്ല. ഈ ചാനലുകാർ ഇന്നലെ ഞാൻ വിളിച്ചിരുന്നു, ഈ കാര്യങ്ങൾ നടന്നതിൻ്റെ പേരിൽ പുള്ളിയെ കാണുമെന്ന് പറഞ്ഞ് ആദ്യമായിട്ടാണ് ഞാൻ ഒരു ചാനലിന് ഇതേപോലെ ഒരു വാർത്ത കൊടുക്കുന്നത്. അല്ലാതെ ഇതുവരെ കൊടുത്തിട്ടില്ല. അതിനെ തുടർന്ന് അവിടെ ഉണ്ടായ സംഘർഷാവസ്ഥയിൽ പഞ്ചായത്ത് നടപടികൾ സ്വീകരിക്കുകയും എന്നെയും ഇവിടുത്തെ RTOയെയും ഈ ഡ്രൈവിംഗ് സ്കൂളുകാരെയും ഇവിടെ വിളിച്ചിരുന്നു. വിളിച്ചതിന് ശേഷം അവിടെ പരിശീലനം പൂർണ്ണമായി നിർത്തിവെക്കത്തക്ക രീതിയിൽ ഒന്നുകിൽ എല്ലാവരും ചെയ്യണം, ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഗ്രൗണ്ടിൽ പരിശീലനം നിർത്തിവെച്ച് ടെസ്റ്റ് മാത്രം നടത്തുമെന്ന് പറയുകയും ഒരാഴ്ചത്തെ കാലം അവർക്ക് അതിനെ ആലോചിക്കാനുള്ള സമയം കൊടുക്കാനുണ്ടായിരുന്നു.
ഈ ആലോചന ഇല്ലാത്ത പക്ഷം പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞ് നിങ്ങൾ അവിടെ പോയി ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും എൻ്റെ കുട്ടികളും കൂടെ പ്രാക്ടീസിന് ചെന്നു. പ്രാക്ടീസിന് അനുവദിച്ചില്ല. എന്നെയും എൻ്റെ ഭാര്യയെയും എൻ്റെ കൂടെ വന്ന എൻ്റെ സഹപ്രവർത്തക 1-2 സ്റ്റാഫുകളുണ്ടായിരുന്നു, അവരെയും ഇവർ മാരകമായി മർദ്ദിക്കുകയും ഞാൻ ഹോസ്പിറ്റലിലാവുകയാണ് ചെയ്തത്. ഇതാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. നമസ്കാരം. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള നമ്മുടെ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് വളരെ വർഷങ്ങൾ കൊണ്ട് അവിടെ നമ്മുടെ ഡ്രൈവിംഗ് പരിശീലനവും അതുപോലെ അതിൻ്റെ ടെസ്റ്റും ബാക്കിയുള്ള സംവിധാനങ്ങളും എല്ലാം നടന്നു വരുന്നുണ്ട്. തികച്ചും സൗജന്യമായിട്ടാണ് പഞ്ചായത്ത് ഈ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നതിന് വേണ്ടി സൗകര്യം കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ കുറച്ച് ഒരു 2 മാസത്തിനകത്ത് വെച്ചിട്ട് അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആദ്യം 29 ഡ്രൈവിംഗ് സ്കൂളുകാരാണ് അവിടെ പരിശീലനം ഉൾപ്പെടെ ഉള്ളത് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ തൊട്ടടുത്ത ദിവസം പുതിയ ഒരു ഡ്രൈവിംഗ് സ്കൂൾ കൂടി അവിടെ വരികയും അവരുകൂടി അവിടെ പരിശീലനം നടത്തണം എന്ന ആവശ്യവുമായി വരികയും ചെയ്തു. അത് പഞ്ചായത്തിലല്ല വന്നത്, നേരിട്ട് അവിടെ പരിശീലന കേന്ദ്രത്തിൽ വരികയും അവിടെ അവർ സ്വകാര്യ വ്യക്തികൾ തങ്ങളിൽ നടന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ ആ ഒരു ഡ്രൈവിംഗ് സ്കൂളിന് പരിശീലനം നടത്താൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥ വരികയും അവർ നേരെ പഞ്ചായത്തിൽ പരാതിയുമായി വരികയും ചെയ്തു. പഞ്ചായത്തിന് ഇക്കാര്യത്തിൽ ഒറ്റ നിലപാട് മാത്രമേ ഉള്ളൂ. പഞ്ചായത്ത് വസ്തുക്കളായാലും അതുപോലെ പഞ്ചായത്തിൻ്റെ മറ്റുള്ള കാര്യങ്ങളായാലും അത് പൊതുമുതലാണ്. ആ പൊതുമുതലിൽ നമ്മളൊരു വാടകയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഏർപ്പാടാക്കാത്ത സാഹചര്യത്തിൽ അവിടെ വരുന്ന ആർക്കും ഏത് ഡ്രൈവിംഗ് സ്കൂൾ അംഗീകാരമുള്ള ഏത് ഡ്രൈവിംഗ് സ്കൂളുകാർക്കും പരിശീലനം നടത്തുന്നതിന് വേണ്ടിയുള്ള സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പം അവിടെ ഈ വിഷയങ്ങൾ പരിഹരിക്കാത്തത് കൊണ്ട് തന്നെ പഞ്ചായത്ത് ഒരു തീരുമാനം എടുത്തു. അവിടെ ഈ വിഷയങ്ങളെല്ലാം പരിഹരിച്ച് എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകാർക്കും ഒരുമയോടുകൂടി ആ ഗ്രൗണ്ടിനകത്ത് പരിശീലനം നടത്തണമെന്നൊരു തീരുമാനം എടുത്തു. അത് ഈ തീരുമാനങ്ങൾ വരുന്ന മുറയ്ക്ക് എല്ലാവർക്കും ഒരുപോലെ ഡ്രൈവിംഗ് പരിശീലനം നടത്താമെന്നാണ് പഞ്ചായത്ത് ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇപ്പം നിലവിൽ ഡ്രൈവിംഗ് പരിശീലനം നിർത്തിവെച്ചിട്ടുണ്ട്. ടെസ്റ്റ് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. അപ്പം പുറത്ത് ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് തങ്ങളിലുള്ള വിഷയം പരിഹരിച്ച് വരുന്ന മുറയ്ക്ക് എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകാർക്കും അവിടെ പരിശീലനം നടത്തുന്നതിന് വേണ്ടിയുള്ള സാധ്യതയുണ്ട്. അതിനുവേണ്ടി പഞ്ചായത്ത് നിൽക്കും. ഇപ്പം താൽക്കാലികമായി അത് നിർത്തിവെച്ചിരിക്കുകയാണ്.